ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഫേസ് ഫെയിലിയർ റിലേനെ കുറിച്ചിട്ടാണ്. എന്താണ് ഫേസ് ഫെയിലിയർ റിലേ, ഇതിൻ്റെ ഫേസ് ഫെയിലിയർ റിലേൻ്റെ ഉപയോഗം എന്താണ്, അതേപോലെ ഇതിൻ്റെ വയറിങ് എങ്ങനെ ചെയ്യണം, അതിനെക്കുറിച്ചിട്ടാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ കാണുന്നതാണ് ഒരു ഫേസ് ഫെയിലിയർ റിലേ. ഇതിനെ ഡിഫറെൻറ്റ് പേരിൽ അറിയപ്പെടുന്നുണ്ട്. ചിലപ്പോൾ സിംഗിൾ ഫേസ് പ്രിവെൻഡർ എന്ന് പറയും, അല്ലെങ്കിൽ അണ്ടർ വോൾട്ടേജ് റിലേ എന്നൊക്കെ പറയും ഇതിന്. ഓക്കെ, അപ്പോൾ ഈ കാണുന്നത് ഒരു സിംകോം എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ ഫേസ് ഫെയിലിയർ റിലേ ആണ്. ഇതിൽ കൊടുത്തിരിക്കുന്ന മോട്ടോർ സേവർ എന്നാണ്. അപ്പോൾ 3 ഫേസിൽ വർക്ക് ചെയ്യുന്ന മോട്ടോറുകൾ അല്ലെങ്കിൽ കംപ്രസർ അതേപോലെ മെഷീനറീസ് ഒക്കെ ഉണ്ടാവും 3 ഫേസിൽ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ സിംഗിൾ ഫേസ് പ്രിവെൻഡർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ സിംകോം എന്ന് പറഞ്ഞ ഈ കമ്പനിയുടെ മോട്ടോർ സേവറിൽ ഇതിൽ നമുക്ക് 6 തരം പ്രൊട്ടക്ഷനാണ് കൊടുക്കുന്നത്. ഓക്കെ, നമ്മൾ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കിത് ഡിഫറെൻറ്റ് ബ്രാൻഡുകളിലും അതേപോലെ ഇതിൻ്റെ സൈസിലും ഇതിൻ്റെ വയറിങ്ങിലും സെറ്റിങ്ങിലെല്ലാം ചെറിയ മാറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ബ്രാൻഡ് മാറുന്നതനുസരിച്ച് അതിൻ്റെ സെറ്റിങ്ങിലും പ്രൊട്ടക്ഷനിലെല്ലാം വ്യത്യാസം വരും. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ സിംകോം എന്ന് പറഞ്ഞ മോട്ടോർ സേവറിൻ്റെ ഇതിൽ വരുന്ന പ്രൊട്ടക്ഷൻ, ഇതിൻ്റെ വയറിങ്ങും ഇതിൻ്റെ സെറ്റിങ്ങുമാണ്. ഓക്കെ, അപ്പോൾ ഈ ഫേസ് ഫെയിലിയറിലെ പ്രധാനമായിട്ടും 6 തരത്തിലുള്ള പ്രൊട്ടക്ഷനാണ് നമ്മുടെ മോട്ടറിന് കൊടുക്കുന്നത്. ഒന്നാമത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ലൈനിൽ വരുന്ന ഫേസിൽ 3 ഫേസിൽ ഏതെങ്കിലും ഫേസ് ലോസ് ആയി കഴിഞ്ഞാൽ അപ്പോൾ നമ്മുടെ കൺട്രോൾ സർക്യൂട്ടിനെ ഇത് ഡിസ്കണക്ട് ചെയ്യും. ഓക്കെ, രണ്ടാമത് എന്താണെന്ന് വെച്ചാൽ ലോ വോൾട്ടേജ്. നമ്മളിതിൽ സെറ്റ് ചെയ്തിരിക്കുന്ന വോൾട്ടേജിലും 10% കുറവ് വോൾട്ടേജ് ലൈനിൽ വരികയാണെങ്കിൽ അപ്പോഴും നമ്മുടെ കൺട്രോൾ സർക്യൂട്ടിനെ ഡിസ്കണക്ട് ചെയ്യും. പിന്നെ ഹൈ വോൾട്ടേജ് ആണ്. ഹൈ വോൾട്ടേജിൽ സെറ്റ് ചെയ്തിരിക്കുന്ന വോൾട്ടേജിലും 10% കൂടുതൽ വോൾട്ടേജ് ലൈനിൽ വരികയാണെങ്കിൽ അപ്പോഴും നമ്മുടെ കൺട്രോൾ സർക്യൂട്ടിനെ ഇത് ഡിസ്കണക്ട് ചെയ്യും. അപ്പോൾ നാലാമത് വരുന്ന പ്രൊട്ടക്ഷനാണ് വോൾട്ടേജ് അൺബാലൻസ് ആവുക. ഫേസുകൾ തമ്മിൽ വോൾട്ടേജ് കൂടുതൽ വ്യത്യാസം വരുമ്പോൾ അപ്പോഴും റിലേ ട്രിപ്പ് ആവും. പിന്നെ അഞ്ചാമത്തെ സേഫ്റ്റി എന്താണെന്ന് വെച്ചാൽ ഫേസ് റിവേഴ്സ് ആയിട്ട് വരിക. അപ്പോൾ ഫേസ് സീക്വൻസ് RYB കറക്റ്റ് വന്നിട്ടില്ലെങ്കിലും അപ്പോഴും റിലേ ട്രിപ്പ് ആവും. പിന്നെ ലാസ്റ്റ് 6ാമത്തെ എന്താണെന്ന് വെച്ചാൽ റാപ്പിഡ് സൈക്ലിങ്. പെട്ടെന്നുള്ള വോൾട്ടേജ് കൂടുകയും കുറയുകയും ചെയ്യുമ്പോഴും അപ്പോഴും നമ്മുടെ റിലേ ട്രിപ്പ് ആവും. ഇനി ജസ്റ്റ് നമുക്ക് നോക്കാം ഇതിൻ്റെ സെറ്റിങ്ങും കാര്യങ്ങളും. ഇതിൽ ആദ്യം തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ ഈ കാണുന്നത് ഇതിൻ്റെ വോൾട്ടേജ് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണിത്. ഓക്കെ, ഇത് നമുക്ക് 50 ഹെർട്സിലും അതേപോലെ 60 ഹെർട്സിലും യൂസ് ചെയ്യാത്. ഇത് 50 ഹെർട്സും 60 ഹെർട്സും അത് ഓട്ടോമാറ്റിക്കായിട്ട് ഡിറ്റക്ട് ചെയ്യും. നമ്മളിവിടെ വോൾട്ടേജ് മാത്രം സെറ്റ് ചെയ്താൽ മതി. അതായത് ഇപ്പോൾ 60 ഹെർട്സ് ആണെങ്കിൽ 190 മുതൽ 240 വോൾട്ടേജ് വരെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം, ഇതിൽ സെറ്റ് ചെയ്യാം. അതേപോലെ 380 മുതൽ 480 വരെ 50 ഹെർട്സിൽ നമുക്കത് യൂസ് ചെയ്യാം. ഓക്കെ, പിന്നെ നമ്മളിതിൽ സെറ്റ് ചെയ്യേണ്ട വോൾട്ടേജ് എങ്ങനെയാണെന്ന് വെച്ചാൽ, വോൾട്ടേജ് എങ്ങനെ സെറ്റ് ചെയ്യാന്ന് വെച്ചാൽ, നമ്മൾ ഏത് കംപ്രസറാണോ അല്ലെങ്കിൽ ഏത് മോട്ടോറിന് വേണ്ടിയിട്ടാണ് ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്നത് അതിൻ്റെ റേറ്റഡ് വോൾട്ടേജ് അനുസരിച്ചിട്ടാണ് റേറ്റഡ് വോൾട്ടേജാണ് നമ്മളിവിടെ സെറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, പിന്നെ ഇതിൽ അടുത്ത സെറ്റിംഗ് എന്താണെന്ന് വെച്ചാൽ റീസ്റ്റാർട്ട് ഡിലേ ആണ്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ 1 സെക്കൻഡ് മുതൽ 500 സെക്കൻഡ് വരെ ഇതിൽ നമുക്ക് റീസ്റ്റാർട്ട് ഡിലേ സെറ്റ് ചെയ്യാം. ഇതെന്തിനാണെന്ന് വെച്ചാൽ, ഇപ്പോൾ എന്തെങ്കിലും ഫോൾട്ട് വന്നു, അതായത് ലോ വോൾട്ടേജ് ഹൈ വോൾട്ടേജ് ഫോൾട്ട് വന്ന് ട്രിപ്പായി, വീണ്ടും അത് വോൾട്ടേജ് ക്ലിയർ ആയതിനു ശേഷം കറക്റ്റ് വോൾട്ടേജ് ലൈന് വന്നതിന് ശേഷം നമ്മൾ പെട്ടെന്ന് തന്നെ അത് റിലേ ആക്റ്റീവ് ആവില്ല. ഇതിൽ സെറ്റ് ചെയ്ത ഇതിൽ നമുക്ക് ഏത് ടൈമാണ് സെറ്റ് ചെയ്യുന്നത് ആ ടൈമിന് ശേഷം മാത്രമാണ് ഇതിൻ്റെ റിലേ ആക്റ്റീവ് ആകത്തുള്ളൂ. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് ഈ റീസ്റ്റാർട്ട് ഡിലേ അവിടെ സെറ്റിംഗ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ വരുന്ന അടുത്ത സെറ്റിംഗ് എന്ന് വെച്ചാൽ വോൾട്ടേജ് അൺബാലൻസിൻ്റെ സെറ്റിംഗ് ആണ്. ഇത് നമുക്ക് 2% മുതൽ 8% വരെ ഇതിൽ സെറ്റ് ചെയ്യാം. നമുക്ക് സ്റ്റാൻഡേർഡ് സെറ്റിംഗ് 2ലാണ് വെക്കേണ്ടത്. 2% ആണ് വേണ്ടത്. അതായത് ഫേസുകൾ തമ്മിലുള്ള വോൾട്ടേജ് ഡിഫറൻസ് 2%ലും കൂടുതലായി കഴിഞ്ഞാൽ നമ്മുടെ റിലേ ട്രിപ്പ് ആവും. ഓക്കെ, ഇത് നമ്മൾ സ്റ്റാൻഡേർഡ് 2%ലാണ് സെറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, പിന്നെ അടുത്തത് ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഈ സെറ്റിംഗ് കാണുന്നത് ട്രിപ്പ് ഡിലേ ആണിത്. ഓക്കെ, 1 to 30 സെക്കൻഡ് വരെ നമുക്ക് ഇതിൽ ട്രിപ്പ് ഡിലേ സെറ്റ് ചെയ്യാം. അതായത് ഇപ്പോൾ എന്തെങ്കിലും കാരണവശാൽ ലോ വോൾട്ടേജ് ഹൈ വോൾട്ടേജ് അല്ലെങ്കിൽ അൺബാലൻസ് വോൾട്ടേജ് എല്ലാം വരികയാണെങ്കിൽ അപ്പോൾ നമ്മളിതിൽ സെറ്റ് ചെയ്ത ടൈമിന് ശേഷം മാത്രമാണ് ഇത് ട്രിപ്പ് ആവത്തുള്ളൂ. പിന്നെ ഇൻ കേസ് ഇതിൽ റിലേയിൽ ഏതെങ്കിലും ഫേസ് ഫെയിലിയർ ആവുകയാണ്, അതായത് 3 ഫേസിൽ ഏതെങ്കിലും ഫേസ് ഫെയിലിയർ ആവുകയാണെങ്കിൽ അതിന് ട്രിപ്പ് ഡിലേ ഇല്ല, പെട്ടെന്ന് തന്നെ ട്രിപ്പ് ആവും. വിത്തിൻ സെക്കൻഡിനുള്ളിൽ തന്നെ ഇത് റിലേ ട്രിപ്പ് ആവും. ഇതിൻ്റെ ഡിലേ എന്ന് പറയുന്നത് ലോ വോൾട്ടേജ് ഹൈ വോൾട്ടേജ് അതേപോലെ വോൾട്ടേജ് അൺബാലൻസ് പിന്നെ റാപ്പിഡ് സൈക്ലിങ്ങിന് അതിന് മാത്രമാണ് ഇതിൻ്റെ ട്രിപ്പ് ഡിലേ വർക്ക് ആവത്തുള്ളൂ. ഫേസ് ലോസ് ആയി കഴിഞ്ഞാൽ ട്രിപ്പ് ഡിലേ വർക്ക് ആവത്തില്ല, അത് പെട്ടെന്ന് തന്നെ ട്രിപ്പ് ആവും റിലേ. ഓക്കെ, പിന്നെ ഇതിൽ കൊടുത്തിരിക്കുന്നത് 2 ഇൻഡിക്കേഷൻ ലാമ്പാണ്. നമുക്ക് സ്റ്റാറ്റസ് അറിയാൻ വേണ്ടിയിട്ടുള്ള ഇൻഡിക്കേഷൻ ലാമ്പ്. മുകളിൽ കാണുന്നത് ഗ്രീൻ ഇൻഡിക്കേഷൻ ലാമ്പാണ്. ഓക്കെ, ഇത് റിലേ കറക്റ്റായിട്ട് ഫംഗ്ഷനായിട്ട് വർക്ക് ആവുകയാണെങ്കിൽ ഇത് ഗ്രീൻ ഇൻഡിക്കേഷൻ ഓണായി കിടക്കും, മുകളിലത്തെ ഇൻഡിക്കേഷൻ ലാമ്പ്. ഓക്കെ, ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഓണായി കിടക്കും റിലേ കറക്റ്റ് ഫംഗ്ഷനിങ് ആണെങ്കിൽ. ഓക്കെ, ഇൻ കേസ് മുന്നേ ട്രിപ്പായിട്ട് റീസ്റ്റാർട്ട് ആവാനുള്ള ഡിലേ ടൈമിങ് വർക്ക് ആവുകയാണെങ്കിൽ ഇവിടെ ബ്ലിങ്ക് ആയിക്കൊണ്ടിരിക്കും, ഈ ഗ്രീൻ ഇൻഡിക്കേഷൻ ഇത് ബ്ലിങ്ക് ആയിക്കൊണ്ടിരിക്കും.
പിന്നെ ഇവിടെ ഈ താഴെ കാണുന്നത് ഇൻഡിക്കേഷൻ ലാമ്പ് റെഡ് കളർ ഇൻഡിക്കേഷൻ ലാമ്പാണ്. ഓക്കെ, എന്തെങ്കിലും ഫോൾട്ട് ആണെങ്കിൽ ഫോൾട്ടായിട്ട് ട്രിപ്പായി കിടക്കണമെങ്കിൽ ഇവിടുത്തെ ഈ ഇൻഡിക്കേഷൻ ലാമ്പ് ഓൺ ആവും. ഓക്കെ, ഇവിടെ കൊടുത്തിട്ടുണ്ട് എത്ര പ്രാവശ്യം ഓൺ ആവും എത്ര പ്രാവശ്യം ഓഫ് ആവും എന്നൊക്കെ. ഓക്കെ, ഇവിടെ കാണാൻ പറ്റും. ഇവിടെ ഇൻ കേസ് ഇവിടെ ഫേസ് റിവേഴ്സ് ആവുകയാണെങ്കിൽ ഏതെങ്കിലും ഫേസ് സീക്വൻസ് കറക്റ്റ് ആണെങ്കിൽ ഫേസ് സീക്വൻസ് കറക്റ്റ് അല്ലെങ്കിൽ ഇവിടെ ഈ റെഡ് ഇൻഡിക്കേഷൻ ലാമ്പ് കണ്ടിന്യൂസ് ആയിട്ട് ബ്ലിങ്ക് ആയിക്കൊണ്ടിരിക്കും. ഓക്കെ, ഇനിയിപ്പോൾ വോൾട്ടേജ് അൺബാലൻസ് ആവണമെങ്കിൽ 2 പ്രാവശ്യം ബ്ലിങ്ക് ആവും. അതിനുശേഷം പിന്നെ കുറച്ച് ഇടവിട്ടിട്ട് പിന്നെ 2 പ്രാവശ്യം ബ്ലിങ്ക് ആവും. അങ്ങനെ ആയിരിക്കും ഇതിൻ്റെ ഇൻഡിക്കേഷൻ ലാമ്പിൻ്റെ ഇത് വർക്കിങ്. പിന്നെ ഹൈ വോൾട്ടേജ് വന്നാൽ 1 പ്രാവശ്യം ബ്ലിങ്ക് ആവും. പിന്നെ കുറച്ച് ഇടവിട്ടിട്ട് പിന്നെ 1 പ്രാവശ്യം ബ്ലിങ്ക് ആവും. അതേപോലെയാണ്. പിന്നെ ലോ വോൾട്ടേജ് ആണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ഓൺ ആയിട്ട് കിടക്കും അവിടെ. ഓക്കെ, ഈ റെഡ് ഇൻഡിക്കേഷൻ ലാമ്പ്. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് നോക്കിയൊക്കെ ഇതിൻ്റെ വയറിങ് എങ്ങനെ ചെയ്യണമെന്ന്. ഇതിൻ്റെ വയറിങ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇതിൻ്റെ റിലേയുടെ മുകൾ ഭാഗത്തൂടെ 3 ടെർമിനൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ കൊടുത്തിരിക്കുന്നത് 1 2 3 എന്നാണ് കൊടുത്തിരിക്കുന്നത് ഈ ടെർമിനലിന്. ഓക്കെ, ഇവിടെ 1 ഉണ്ട്, ഇവിടെ 2, ഇവിടെ 3. ഇതിൽ നമ്മൾ RYB ഫേസ് ആണ് കണക്ട് ചെയ്യേണ്ടത്. ഈ RYB ഫേസ് നമ്മൾ എവിടെ നിന്ന് എടുക്കേണ്ടത് വെച്ചാൽ നമ്മളിപ്പോൾ ഏത് മോട്ടോറിനാണോ അല്ലെങ്കിൽ കംപ്രസറിനാണോ യൂസ് ചെയ്യുന്നത് അതിൻ്റെ കോണ്ടാക്ടറിൻ്റെ ഇൻപുട്ടിൽ നിന്ന് RYB ഫേസ് ഇവിടെ കണക്ട് ചെയ്യുക. കോണ്ടാക്ടറിൻ്റെ ഇൻപുട്ടിൽ നിന്ന് അല്ലെങ്കിൽ ബ്രേക്കർ ഉണ്ടെങ്കിൽ ബ്രേക്കറിൻ്റെ ഔട്ട്പുട്ടിൽ നിന്നായിരിക്കുമല്ലോ കോണ്ടാക്ടറിലേക്ക് വരുന്നത്. ബ്രേക്കറിൻ്റെ ഔട്ട്പുട്ടിൽ നിന്ന് എടുത്തിട്ട് ഇവിടെ കൊടുത്താലും RYB കൊടുത്താലും മതി. ഓക്കെ, ചിലപ്പോൾ ചില സമയത്ത് നിങ്ങൾക്ക് റിലേയിൽ ലൈൻ 1 ലൈൻ 2 ലൈൻ 3 എന്ന് കാണാൻ പറ്റും, അല്ലെങ്കിൽ RST എന്നായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ കറക്റ്റ് ഇതിൽ RYB സീക്വൻസ് അനുസരിച്ചിട്ട് കൊടുക്കണത് RYB തന്നെ. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഫേസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുകയാണെങ്കിൽ അപ്പോൾ റിലേയുടെ ഔട്ട്പുട്ട് കിട്ടത്തില്ല. അപ്പോൾ അങ്ങനെ ഇതിൻ്റെ 3 ഫേസ് കണക്ട് ചെയ്യേണ്ടത്. ഇതിൻ്റെ അവിടെ ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്. ലൈൻ 1 ലൈൻ 1 കണക്ട് ചെയ്യണം, 2 ലൈൻ 2, 3 ലൈൻ 3. ഓക്കെ, അടുത്തതായിട്ട് ഈ റിലേയുടെ അടിഭാഗത്ത് ഈ 3 ടെർമിനൽ കാണുന്നത് ഇതിൻ്റെ കൺട്രോൾ ടെർമിനലാണ്. അതായത് NONC കോമൺ ടെർമിനലാണ് ഇവിടെ ഈ കാണിച്ചിരിക്കുന്നത്. ഇവിടെ ഓരോ ടെർമിനലിൻ്റെ അടുത്ത് ഓരോ നമ്പർ കൊടുത്തിട്ടുണ്ട്, 4 5 6. ഈ 4ാമത്തെ ടെർമിനൽ എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ കോമൺ ടെർമിനലാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇവിടെ 4 എന്ന് എഴുതിയത് കോമൺ C എന്ന് എഴുതിയിട്ടുണ്ട്. ഇത് കോമൺ ടെർമിനലാണ്. 5ാമത്തെ നോർമലി ഓപ്പൺ ആണ്, 6ാമത്തെ നോർമലി ക്ലോസും. ഓക്കെ, ഇത് കോമൺ, ഇത് NO, ഇത് NC. ഓക്കെ, ഈ കൺട്രോൾ ടെർമിനലിൽ നമുക്ക് ഏത് വോൾട്ടേജ് വേണം യൂസ് ചെയ്യാം. ഓക്കെ, AC വോൾട്ടേജ് വേണം AC യൂസ് ചെയ്യുക, DC യൂസ് ചെയ്യാം. ഓക്കെ, 220 വോൾട്ടേജ്, 110 വോൾട്ടേജ്, 24 വോൾട്ടേജ്, ഏത് വോൾട്ടേജ് വേണം നമുക്ക് കണക്ട് ചെയ്യാം. അപ്പോൾ ഈ റിലേയുടെ വർക്കിംഗ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ റിലേ ഒരു ട്രിപ്പായ അവസ്ഥയിലുള്ളത്. ട്രിപ്പായ അവസ്ഥയിൽ ഇതിൻ്റെ കോണ്ടാക്ട് പോയിൻ്റ് ഇങ്ങനെ ആയിരിക്കും. നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ ഈ 4ഉം 6ഉം നോർമലി ക്ലോസ് ആണ്. ഓക്കെ, ഇതിപ്പോൾ ട്രിപ്പായ അവസ്ഥയിലുള്ളത്. ഓക്കെ, കാരണം നമ്മളിവിടെ ഫേസ് ഒന്നും കൊടുത്തിട്ടില്ല. ഓക്കെ, അതുകൊണ്ട് ഇത് ട്രിപ്പായി കിടക്കുകയാണ് ഇപ്പോൾ. ഓക്കെ, ഇപ്പോൾ നമ്മൾ 3 ഫേസ് സപ്ലൈ കൊടുത്തു. ഇവിടെ RYB ഫേസ് കൊടുത്തു. ഇതിൻ്റെ സീക്വൻസ് എല്ലാം കറക്റ്റാണ്, RYB സീക്വൻസ്. അതേപോലെ ഇവിടെ സെറ്റിങ് ചെയ്ത വോൾട്ടേജ് എല്ലാം കറക്റ്റായിട്ട് വരികയാണ്. അപ്പോൾ ഇവിടെ ഈ കോണ്ടാക്റ്റ് പോയിൻ്റ് എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഈ കോണ്ടാക്റ്റ് നോർമലി ക്ലോസ് ഉള്ളത് ഇതിവിടെ ഓപ്പൺ ആവും. ഈ കോണ്ടാക്റ്റ് വന്നിട്ട് ഇവിടെ ഇത് ക്ലോസ് ആവും. നോർമലി ഓപ്പൺ, നോർമലി ക്ലോസ് ആവും. ഓക്കെ, അങ്ങനെയാണ് ഈ റിലേയുടെ വർക്കിംഗ്. ഇപ്പോൾ നിങ്ങൾക്കൊരു ഈ റിലേ ഒരു DOL സ്റ്റാർട്ടറിൽ കണക്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ നിങ്ങൾ സ്റ്റാർട്ടറിൽ യൂസ് ചെയ്യുന്ന കോണ്ടാക്ടറിൻ്റെ വോൾട്ടേജ് 220 വോൾട്ടേജാണ്. അപ്പോൾ നിങ്ങളിത് എങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, എങ്ങനെ വയറിങ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പോൾ കോണ്ടാക്ടറിൻ്റെ കോയിലിലേക്ക് ഡയറക്റ്റ് 220 വോൾട്ടേജ് ന്യൂട്രലിൽ ഡയറക്റ്റ് കണക്ട് ചെയ്യാം. ഫേസ് വന്നിട്ട് നമ്മൾ ഓൺ ഓഫ് സ്വിച്ചിൻ്റെ ഔട്ട്പുട്ട് എടുത്തിട്ട് ഡയറക്റ്റ് ഈ കോമണിൽ കണക്ട് ചെയ്യാം. കോണ്ടാക്ടറിൻ്റെ കോയിലിലേക്ക് പോകുന്നതിന് മുന്നേ ഇതിൻ്റെ ഈ റിലേയുടെ കോമൺ ടെർമിനലിൽ കണക്ട് ചെയ്യുക. അതിനുശേഷം ഈ നോർമലി ഓപ്പണിലാണ് നമ്മൾ ഇതിൻ്റെ ഔട്ട്പുട്ട് എടുക്കേണ്ടത്. ഈ നോർമലി ഓപ്പണിന് ഔട്ട്പുട്ട് എടുത്തിട്ട് നമ്മൾ കോണ്ടാക്ടറിൻ്റെ A1 ടെർമിനലിലേക്ക് കണക്ട് ചെയ്യുക. ഓക്കെ, അല്ലാതെ നമ്മൾ നോർമലി ക്ലോസിലല്ല കണക്ട് ചെയ്യേണ്ടത്. പുതിയ ആൾക്കാരാണെങ്കിൽ ചിലപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവും. ഓക്കെ, നോർമലി ക്ലോസിൽ കണക്ട് ചെയ്യണം, നോർമലി ഓപ്പണിലും. നമുക്ക് ഈ റിലേയുടെ യൂസ് ചെയ്യേണ്ടത് കോമൺ ടെർമിനലും നോർമലി ഓപ്പൺ ആണ്. അതായത് കോമൺ ടെർമിനലിൽ കൺട്രോൾ സപ്ലൈ ഇൻപുട്ട് കണക്ട് ചെയ്യും, ഔട്ട്പുട്ട് നമ്മൾ നോർമലി ഓപ്പൺ നിന്ന് എടുക്കും. ഓക്കെ, അങ്ങനെയാണ് ഇതിൻ്റെ വയറിങ് ചെയ്യേണ്ടത്. ഈ നോർമലി ക്ലോസ് നമ്മൾ ഇൻഡിക്കേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഇൻ കേസ് ട്രിപ്പ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഇൻഡിക്കേഷൻ അറിയാൻ വേണ്ടിയിട്ടാണ് ഈ നോർമലി ക്ലോസ് നമ്മൾ യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ പ്രാക്ടിക്കലായിട്ട് വയറിങ് ചെയ്ത് കാണിക്കണമെങ്കിൽ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ പ്രാക്ടിക്കലും ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.